അതുപോലെ ഡോക്ടർ നമ്മുടെ അയോധ്യയിലെ BJP-ക്കാരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഏറെക്കാലത്തൊരു ആഗ്രഹമായ രാമക്ഷേത്രം എന്നുള്ളത് അത് പണിത് അതിൻ്റെ പുതിയ മന്ദിരം പണിത് വരുമ്പോൾ അത് മോദിയായിരുന്നു പ്രധാന കാർമ്മികൻ അല്ലെങ്കിൽ അതിൻ്റെ ശിലാന്യാസം എല്ലാ കാര്യത്തിനും പുള്ളിക്കാരൻ മുന്നിട്ട് നിന്ന ഒരാളാണ് പുള്ളി. അവിടെ ഒന്നും ബ്രാഹ്മണർക്ക് ഒരു മേധാവിത്വം നമ്മൾ കണ്ടിട്ടില്ല അതിനകത്ത്. കാരണം പുള്ളി അങ്ങനെ അത് അനുവദിച്ചിട്ടില്ല. കാരണം മോദി തന്നെയാണ് നേരിട്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത ഒരു കർമ്മിയെ പോലെ യജമാനെ പോലെ നിന്ന് പുള്ളിയാണ് യജമാന സ്ഥാനം പുള്ളിക്കായിരുന്നു. കാരണം അയോധ്യയിൽ നടന്ന ആ കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് യജമാനാണ്. ആ യജമാന്റെ പേരിലാണ് അവിടെയുള്ള ഏതാണ് ദൈവം ആ ദൈവത്തിന് വേണ്ടി ഉണ്ടാകുന്ന എല്ലാ ഹോമങ്ങളും സമർപ്പിക്കപ്പെടുന്നത്. അവിടെ ഈ യജമാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മേധാവിത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരാളല്ല. അവിടെയും ഈ പറയുന്ന OBC വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണ് അവിടെ യജമാനായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം സൂര്യവംശത്തോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ സൂചിപ്പിച്ചാണ്. സൂര്യവംശത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അപ്രമാദിത്വം നിലനിർത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രാധാന്യങ്ങളെ നിലനിർത്താനുള്ള എന്ത് കാര്യങ്ങളാണ് അവിടെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാൾ പോലും ഈ അദ്ദേഹത്തിൻ്റെ വനവാസ കാലഘട്ടത്തിൽ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ഒരാളാണ്. ആ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ ശിലാസ്ഥാപനം പോലും ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കീഴിലേക്ക് മാറ്റാൻ ഒരിക്കലും മോദി ആഗ്രഹിച്ചിട്ടില്ല. മോദി തന്നെയാണ് അതിൻ്റെ യജമാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ശിലാകർമ്മം ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വർത്തിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങളുടെ പ്രാധാന്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം അയോധ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അയോധ്യയിലെ ക്ഷേത്രം വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വാദിക്കുന്ന BJP-ക്കാരുടെ ഒരു കാലഘട്ടമാണിത്. അങ്ങനെ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഇടത്തിനൊരു പ്രാധാന്യമുണ്ട്. അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ബാലരാമനാണ്. അതായത് രാവണനെ കൊന്നിട്ട് വരുന്ന സീതയെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രാമനെയല്ല അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ രാമൻ എന്ന് പറയുന്ന ഇത്തരം തിന്മകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥാപാത്രത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ബാല്യകാലത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ടുള്ള ദൈവിക ചൈതന്യം കുടികൊള്ളുന്നൊരു രാമൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ് അവിടെ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പോലും ഈ ബ്രാഹ്മണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ട ഒരു അംശം നമുക്ക് കാണാൻ പറ്റില്ല. ഇത് പറഞ്ഞു വെക്കുന്നത് BJP-യോട് ബന്ധപ്പെട്ട് വരുന്നൊരു വിഭാഗം ഇത്തരം കാര്യങ്ങൾ, അതായത് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന തീവ്രമായ ഹൈന്ദവ വിശ്വാസങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യേണ്ടത്. കാരണം മോദി മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഇടങ്ങളിലും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും ഈ തീവ്ര ആശയങ്ങൾ നമുക്ക് പൂർണ്ണമായ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ചെങ്കോലിൻ്റെ കാര്യങ്ങളും ഇന്ത്യയിലെ പ്രസിഡന്റിൻ്റെ കാര്യങ്ങളും എടുത്തു നോക്കിയാണ് ഇവിടെയെല്ലാം വളരെ വൈരുദ്ധ്യത നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവിടെയാണ് മോദിജി അല്ലെങ്കിൽ മോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി തീവ്രമായ ഹൈന്ദവ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ബ്രാഹ്മണ മേധാവിത്വം നിലനിർത്താൻ ശ്രമിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇത് തള്ളിക്കളമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളാകട്ടെ ഇതിൻ്റെ എല്ലാം അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗത്തിന് നൽകേണ്ട കാര്യമില്ല. കാരണം ഇത് അംഗീകരിച്ചു കൊടുക്കുന്നൊരു ജനവിഭാഗമുണ്ടല്ലോ. ഈ ജനവിഭാഗങ്ങൾ എന്തുകൊണ്ട് ഒത്തൊരുമയോട് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്നില്ല? ചേരിതിരിഞ്ഞുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ജാതീയമായി വംശീയമായിട്ടും ചേരിതിരിഞ്ഞുകൊണ്ട് എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന തുല്യമാണ്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഞങ്ങൾ മറ്റൊരു തരത്തിൽ ഇതേ ജാതീയതയെ പുലർത്തുകയാണെന്ന് പറയുന്നത്. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ ജാതീയതയിൽ അല്ലെങ്കിൽ നിങ്ങൾ പുലർത്താൻ ശ്രമിക്കുന്ന ഈ വംശീയതയിൽ ഒരു പ്രത്യേക ഒരു വ്യക്തിത്വത്തെ ഒരു ദൈവമായിട്ട് ആരാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാത്രം ഒരു വൈകല്യമാണ്, മനോവൈകല്യമാണെന്ന് ഞങ്ങൾ അതിനെ പരിഗണിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറിയിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾ മാറേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ മാറിയാൽ മാത്രമേ ജാതീയമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിത്വങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് സംഘം ചേർന്ന് വലിയൊരു വിഭാഗമായിട്ട് ശക്തി പ്രാപിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇത്തരം പറഞ്ഞ രീതിയിൽ ജനങ്ങൾ അതിനെ ലാഘവത്തോട് കാണേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എടുത്തു പറയാവുന്നത് ഒരിക്കലും ഇന്ത്യയിൽ മനുസ്മൃതിയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം സ്ഥാപിക്കാൻ മോദി ഒരിക്കലും ആഗ്രഹിക്കില്ല. മോദി ആഗ്രഹിച്ചാലും ഇന്ത്യയിലെ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഈ പറയുന്ന ആ രീതികളില്ലായ്മ ചെയ്തുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ BJP-ക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.